السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായി ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. ഇനി നമ്മളിലേക്ക് വരാനുള്ളത് ശവ്വാലിന്റെ പൊന്നമ്പിളി ആകാശത്ത് ഉദയം ചെയ്യലോടുകൂടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലാണ്. ആഘോഷങ്ങൾ ആർഭാടങ്ങളായി മാറരുത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആഘോഷങ്ങളുണ്ട്. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരടിമ സന്തോഷിക്കുന്ന ദിവസമാണ്. ആ സമയത്ത് യജമാനനും സന്തോഷിക്കും. ആ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന ഒരു ഖബൂലിയത്തുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പെരുന്നാളിന് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പെരുന്നാളാണെന്നറിഞ്ഞാൽ അവിടെ നമ്മൾ തക്ബീറുകൾ ചൊല്ലണം. അതുപോലെ അള്ളാഹുവിനോട് മനമൊരുക്കിയിട്ട് ദുആ ചെയ്യണം. ഈ പരിശുദ്ധമായ റമളാനിൽ നാം ചെയ്ത ഇബാദത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, തറാവീഹ് നിസ്കാരങ്ങൾ, ഖുർആനുകൾ, സകാത്തുകൾ എല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് വളരെ ആത്മാർത്ഥമായി, വളരെ ഇഖ്ലാസോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. ഈ വിശുദ്ധമായ പെരുന്നാൾ വരുമ്പോൾ നമ്മുടെ അയൽവക്കക്കാർ, കുടുംബക്കാർ, ബന്ധുക്കൾ, നമ്മളെ സുഹൃത്തുക്കൾക്കുള്ള ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ കൊടുത്ത്, അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. വിശാലമായ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിൽ കഴിയുമ്പോ ഒരു സന്തോഷത്തിന്റെ ദിവസം വരുമ്പോ ആ കാലത്ത് ഡ്രസ് ഇടാൻ പോലും പണമില്ലാത്ത, അത് വാങ്ങാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ എനിക്ക് വസ്ത്രമില്ലെങ്കിലും, എന്റെ ഉപ്പാക്ക് വസ്ത്രമില്ലെങ്കിലും, ആ പാവപ്പെട്ട ഉമ്മ, ആ ഉപ്പ നമുക്ക് അണിയിച്ചൊരുക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാടത്തും പറമ്പത്തും കൃഷിവേല ചെയ്ത് കിട്ടുന്ന തുക സ്വന്തം മകനുക്ക് ഡ്രസ്സ് വാങ്ങാനും അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാനും എല്ലാ വീട്ടുകാരുടെയും മക്കള് അണിഞ്ഞൊരുങ്ങി വരുമ്പോ എന്റെ മോനും അണിഞ്ഞൊരുങ്ങി നടക്കണം, എന്റെ മോളും അണിഞ്ഞൊരുങ്ങി നടക്കണം മനസ്സിലാക്കിയ ഉപ്പ രാവിലെ വീട്ടിൽ നിന്ന് കൈക്കോട്ടുകളും പിക്കാസുമായിട്ടിറങ്ങി പാറ വെട്ടിപ്പൊളിച്ച് കിണറുണ്ടാക്കി വൈകുന്നേരം കിട്ടുന്ന ആ തുച്ഛം ഫലം, ആ ഫലം കോന്തലിക്കൽ കെട്ടിവെച്ചിട്ട് പെരുന്നാൾ കൊണ്ടാടിയ ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുപ്പയും ആ പൊന്നുമ്മയും നമ്മളെ കൂടെ ഇല്ല. വിശാലമായ പള്ളിപ്പറമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ആ ഉമ്മാന്റെ തലഭാഗത്തിരുന്നിട്ട് പൊട്ടിക്കരയാനുള്ള മനസ്സ്, ആ ഉപ്പായുടെ തിരുന്നിട്ട് യാസീനോദിയിട്ട് പടച്ചറപ്പിന്റെ കരമുയർത്തിയിട്ട് ഉപ്പാന്റെ ഖബറിൽ സ്വർഗ്ഗം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആ ഒരു പെരുന്നാൾ അവർ കൊണ്ടാടട്ടെ ഖബറിൽ. ആ ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള പെരുന്നാളിനെ നാം വരവേൽക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് കടന്നു ചെല്ലണം, അവിടെ ഇരുന്നിട്ട് സംസാരിക്കണം. ഒരൽപ്പം അവർക്കും ഖൽബിൽ ഒരു സന്തോഷം കൊടുത്തിട്ട് അവരെ കൂടെ ഒരൽപ്പം ഭക്ഷണം കഴിച്ച് അങ്ങനെ സന്തോഷത്തോടുകൂടെ പോകുന്നൊരു പെരുന്നാളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടത്. പെരുന്നാളിന്റെ അന്നും ടെൻഷൻ, പെരുന്നാളിന്റെ അന്നും വിഷമം, പെരുന്നാളിന്റെ അന്നും വ്യാപലാതിപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിൽ ടെൻഷൻ കൊടുക്കരുത്. ഒരു ഹാപ്പിനെസ് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. അതിനാണ് പടച്ച റബ്ബ് നമുക്ക് പെരുന്നാൾ സന്തോഷം തന്നിട്ടുള്ളത്. ആ ഒരു സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ വർക്ക് ചെയ്യാനുണ്ട്, ഹാപ്പിനെസ് ഹോർമോൺ. അത് നമ്മുടെ ശരീരത്തിലൂടെ പല രോഗങ്ങളും മാറ്റും. നമ്മളെ തലച്ചോറിന്റെ
ആ ഒരു ചിന്ത നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഹോർമോണിനെ കൊണ്ട് കഴിയും. പെരുന്നാൾ കൊണ്ടാടട്ടെ, പെരുന്നാൾ സന്തോഷിക്കട്ടെ. പെരുന്നാളിൻ്റെ അന്ന് നമ്മളെ മക്കളും പേരമക്കളും കുടുംബക്കാരും ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ നമ്മളെ വീട്ടിൽ വട്ടമേശയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അതിന് മുടക്കം സൃഷ്ടിക്കാൻ വീട്ടിന്റെ ഉള്ളറയിലുള്ള ഉമ്മമാര് ശ്രമിക്കരുത് എന്നൊരു സ്വകാര്യത ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് കൈമാറുകയാണ്. അവരെല്ലാം വരുമ്പോ പാത്രം കഴുകാൻ ഒരുപാടുണ്ടാവും, അവരെല്ലാം പോയി കിട്ടാൻ ഒരുപാട് പണിയാണ്. അവരെങ്ങാനും ഇവിടെ നിന്നു പോയാൽ ബെഡ്ഷീറ്റ് തിരുമ്പേണ്ടി വരും, തുണി കൊടുക്കേണ്ടി വരും. ആ ഒരു ചിന്ത എൻ്റെ കൽബിൽ ഒരിക്കലും വന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. അതൊരു സ്നേഹമാണ്. കാലങ്ങളില്ല, പരസ്പരം മനസ്സറിഞ്ഞിട്ട് സ്നേഹിക്കാനുള്ള ഒരു ആ ഒരു മനസ്സാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ധൈര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ മാസങ്ങൾ വരുമ്പോ, പെരുന്നാളുകൾ വരുമ്പോ, ദിവസങ്ങൾ വരുമ്പോ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലൂടെ നടക്കുകയാണ് ചെറിയ കുട്ടികളുടെ പാട്ട് കേൾക്കാൻ. അള്ളാന്റെ ഹബീബ് പെരുന്നാളിന്റെ അന്ന് സന്തോഷിക്കുന്നു. അള്ളാന്റെ ഹബീബ് സദഖ കൊടുക്കുന്നു. അള്ളാന്റെ ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണ് പെരുന്നാളിന്റെ അന്ന് ഒരു പാവപ്പെട്ടവനെ സമാധാനിപ്പിക്കുക, അവന്റെ രോഗം സന്ദർശിക്കുക, അവനുമായിട്ട് അല്പസമയം സംസാരിച്ചിരിക്കുന്നത് അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ഇഷ്ടം നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പോയി കാണുക, അവരെ തലഭാഗത്തിരിക്കുക, എന്നിട്ട് അവരോട് സമാധാന വാക്കുകൾ പറയുക. മരുന്ന് വാങ്ങാൻ പണമുള്ളവനാണെങ്കിൽ നമ്മൾ ചോദിക്കുക, പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിയിട്ടുണ്ടോ, എവിടുന്നാ മരുന്ന് വാങ്ങല്, എവിടുന്നാ ഡയാലിസിസ് ചെയ്യല്, ആരെ ഗുളിക കുടിക്കുന്നത്, എവിടെയാണ് ഡോക്ടറെ കാണിക്കുന്നത്, എങ്ങനെയാ ഡോക്ടറെ കാണിക്കാൻ പോകല്. നല്ലൊരു സമാധാന വാക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണട്ടോ, അറിയിക്കണട്ടോ. ഞാനിവിടെ ഇല്ലെങ്കിലും നബീസ് പെരിയിലുണ്ടാവും, ഓളോട് പറഞ്ഞാൽ മതി, ഓൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളും. അൽഹംദുലില്ലാ, അവരുടെ കൈ പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ രണ്ട് കണ്ണിങ്ങനെ നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്നറിയോ? അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ പെരുന്നാളിന്റെ ദിവസം വളരെ സന്തോഷത്തോടുകൂടെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയി ആ പള്ളിയുടെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ദുആകളൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ആലിംഗനം ചെയ്ത് അങ്ങനെ സ്വതക്കകളൊക്കെ കൊടുത്ത് നമ്മൾ പരസ്പരം വീടുകളിലേക്ക് നടന്നു വരുമ്പോ അയൽവക്കക്കാരോടൊക്കെ സലാം പറഞ്ഞ് കേറി പോകാൻ പറ്റിയ വീടാണെങ്കിൽ ഒന്ന് കേറി ചെന്ന് അവിടെ രോഗികളുണ്ടെങ്കിൽ സന്ദർശിച്ച് അവരുമായിട്ടൊക്കെ സലാം പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ഒരു പെരുന്നാൾ കൊണ്ടാടാൻ നമുക്ക് കഴിയണം. നമ്മൾ വല്ലാത്ത സങ്കടത്തിലാണ്, ഒരു നാട് മുഴുവനും ദുഃഖത്തിലാണ്. നല്ല ദൂർത്തടിക്കുന്ന ഭക്ഷണം വെച്ച് ഭക്ഷണ മേശയിൽ നിറഞ്ഞാടുന്നൊരവസ്ഥ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക, സ്വന്തം ചെറിയ പിഞ്ചോമന പൈതങ്ങൾ പാത്രത്തിന്റെ അടി കിട്ടാൻ വേണ്ടി തുടച്ചെടുക്കുന്ന ഒരവസ്ഥ. ഏതെങ്കിലും ഒരാള് ഭക്ഷണ പൊതിയുമായിട്ട് ആ നാട്ടിലേക്ക് വരുമ്പോ ആർത്ത് വിളിച്ചിട്ട് വരി നിന്നിട്ട് ഭക്ഷണം വാങ്ങി തിരക്ക് കൂടുന്ന ഒരു മനുഷ്യന്മാർ, നമ്മളെപ്പോലെ രക്തവും വിശപ്പും ബുദ്ധിയും ചിന്തയുമുള്ള ഒരു പറ്റം ആളുകൾ താമസിക്കുന്നുണ്ട് ആ ഫലസ്തീന്റെ മണ്ണിൽ. അതെന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ ആ പാവപ്പെട്ടവരെ നമ്മളൊന്ന് ഓർക്കണം. അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സമ്പത്തല്ല, അതിനേക്കാളും വലിയത് പ്രാർത്ഥനയാണ്. ഈ പെരുന്നാളിൽ പള്ളിയിലെ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോ മനസ്സിരുത്തി ഠാമീം പറഞ്ഞാൽ, അവരാലോചിച്ചിട്ട് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോയാൽ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വലിയ പെരുന്നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ, ശത്രുക്കൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ.
അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. നേരം പുലർന്ന് വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോ ഉമ്മ ചായ എന്ന് നമ്മളെ മക്കൾ ചോദിക്കുമ്പോ, ഉപ്പ ചായ, വെള്ളം, സ്കൂള്, മദ്രസ എന്ന് പറയുമ്പോ ഒരു നാട് ഉമ്മ എന്ന് വിളിക്കാൻ ആ മക്കൾക്ക് ഉമ്മയില്ല. ഉപ്പ എന്ന് വിളിക്കാൻ ആ മക്കൾക്ക് ഉപ്പയില്ല. എന്റെ ഉപ്പ എവിടെ മറവ് ചെയ്തത് എന്ന് പോലും അറിയാത്ത മക്കൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എവിടെയാണ് മരണപ്പെട്ട് കിടക്കുന്നത്, എവിടെയാണ് മറവ് ചെയ്തത് എന്ന് അറിയാത്ത മക്കൾ, ചെറിയ പിഞ്ചോമന പൈതങ്ങൾ. അനിയൻ കരയുമ്പോ ജ്യേഷ്ഠൻ ഓടിപ്പോവുകയാണ് എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് തിരക്കിയിട്ട്. കിട്ടുന്നത് രണ്ടാക്കി വെച്ച് അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ കാണുമ്പോ മനസ്സ് നിറഞ്ഞു പോവുകയാണ്, മനസ്സിൽ സങ്കടം വരികയാണ്, കണ്ണ് നിറഞ്ഞൊഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ ജീവിക്കുന്നത് വലിയ സന്തോഷത്തിലാണ്, വലിയ റാഹത്തിലാണ്. പെരുന്നാൾ കൊണ്ടാടുന്നത് വലിയ സന്തോഷത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷം നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പെരുന്നാൾ, എന്റെ പെരുന്നാൾ, എന്റെ കുടുംബത്തിലെ പാവപ്പെട്ട രോഗിയുടെ സന്ദർശനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഞാൻ മാറ്റിവെച്ചു. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പെരുന്നാളിന്റെ കിറ്റ് അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സഹകരിച്ചുകൊണ്ട് റാഹത്തായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് വലുതാണ്, നമ്മളെ കുടുംബം എന്ന് പറയുന്നത് വലുതാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരു വിഷയം കൂടി ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഉമ്മ എന്ന് ഞാൻ പറഞ്ഞു പോയപ്പോ, രാത്രി ഉറങ്ങി എണീറ്റ് കണ്ണു തിരുമ്പി വരുന്ന കുട്ടി ഉമ്മ എന്ന് വിളിച്ചിട്ട് കരയുമ്പോ മുമ്പിൽ ഉമ്മയില്ല. ബ്രഷ് എടുക്കാൻ, ബ്രഷ് തേച്ചു തരാൻ, പല്ല് തേച്ചു തരാൻ ആ പ്രിയപ്പെട്ട ഉമ്മയില്ല. ഭക്ഷണം പാകം ചെയ്യാൻ ആ മക്കൾക്ക് ഉമ്മയില്ല. അമ്മിഞ്ഞ പാലിന് വേണ്ടി അട്ടഹസിക്കുമ്പോ അത് കൊടുക്കാൻ പോലും പ്രിയപ്പെട്ട ഉമ്മയില്ല. അങ്ങനെ പലവരും ജീവിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കൊടിഞ്ഞി പള്ളിയിലേക്ക് കടന്നു വന്നൊരു ഉമ്മാന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പള്ളിയിൽ മുദരിസായി സേവനം ചെയ്യുമ്പോ ഇജാബിട്ട് ഫർദ ധരിച്ചൊരു ഉമ്മ പള്ളിയിൽ വന്ന് കരയുകയാണ്. കുട്ടികളോട്, മുതഅല്ലിമുകളോട് ചോദിച്ചു, ഉസ്താദ് ഇവിടെ ഉണ്ടോ? കുട്ടികൾ എന്നോട് പറഞ്ഞു, ഒരു പാവപ്പെട്ട ഉമ്മ തായോ വന്നിട്ട് കരയുന്നുണ്ട്. ഞാൻ പോയി നോക്കിയപ്പോ ആ ഉമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് ആ ഉമ്മ ചോദിക്കുന്ന ചോദ്യം, ഉസ്താദേ, എനിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എനിക്കൊരു ചോദ്യമുണ്ട് ഉസ്താദേ, ഏതെങ്കിലും കാലത്ത് സത്യം പുറത്തു വരില്ലേ എന്ന്. കൊടിഞ്ഞി പള്ളി സത്യത്തിന്റെ പള്ളിയാണല്ലോ. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് സത്യം പുറത്തു വരില്ല ഉസ്താദേ എന്ന് ഞാൻ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ വിഷമം? ആ ഉമ്മ പറയുകയാണ്, ഇന്നാലിന്ന സ്ഥലത്താണ് എൻ്റെ വീട്, പക്ഷേ ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത് മമ്പുറത്തൊരു കടയുടെ മുമ്പിൽ പായ് വിരിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഉസ്താദേ, വളരെ ചെറുപ്പത്തിലെ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്കൊരൊറ്റ കുട്ടിയാണുള്ളത്. 3 വയസ്സായപ്പോ അവന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. അവനെ ഞാൻ പൊന്നുപോലെ വളർത്തി. അവനെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ അയൽവക്കത്തെ വീട്ടിലൊരു ഹാജിയുടെ വീട്ടിൽ പണിക്ക് പോയി.
രാവിലെ ഞാൻ തിരുമ്പും, ആ വീട് തുടക്കും, ആ വീടിന്റെ അടുക്കളയുടെ പാത്രങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കും. വൈകുന്നേരം അവർ കയ്യിൽ വെച്ച് തരുന്ന ആ ചെറിയ തുക കൊണ്ട് ഞാൻ എൻ്റെ മകനെ നോക്കും. അവനക്ക് ഭക്ഷണം കൊടുക്കും, അവനക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും, അവൻ ആവശ്യപ്പെടുന്ന, കളിക്കാൻ ആവശ്യപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ, സൈക്കിളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. അവനെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചില്ല, അവനെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തിയില്ല. ബാപ്പയില്ലാത്ത മകൻ, അവനൊരു യതീമായി വളരാൻ പാടില്ല. അവൻ ആവശ്യപ്പെടുന്നതെല്ലാം അവന്റെ കയ്യിൽ ഞാൻ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. ആ വീട്ടിൽ ഞാൻ എത്തേണ്ടത് 11 മണിക്കാണ്. അതിന്റെ മുമ്പ് ഒരു വീട്ടിൽ നിന്ന് പാലുകൾ ശേഖരിച്ച് കടയിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എൻ്റെ പൊന്നുമോനെങ്ങനെ വളർത്തി. നല്ല പഠിക്കുന്ന മോനാ. അവന്റെ പഠനം കണ്ടപ്പോ ടീച്ചേഴ്സും ഉസ്താദുമാരെന്റെ വീട്ടിലേക്ക് വരും. അവനക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, എന്താണെങ്കിലും ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അവനിങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, യൂണിഫോമുകൾ, ബുക്കുകൾ, ചെലവുകൾ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ട അയൽവക്കത്തെ വീട്ടിലെ ഹാജിയുടെ പാത്രം കഴുകിയ ആ പണം ഞാൻ സ്വരൂപിച്ച് അവനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ട് 10-ാം ക്ലാസ്സിൽ മുഴുവൻ A+ വിജയിച്ചു. അങ്ങനെ ഞാൻ +1 ചേർത്ത്, ട്യൂഷന് ചേർത്ത്, അതിനുള്ള പണവും ഞാൻ കണ്ടെത്തി. +2 കഴിഞ്ഞു, ഡിഗ്രിയിൽ പഠിച്ചു. നല്ല പഠനമാണ്. ഞാൻ കാണുന്നവരോടൊക്കെ ചോദിക്കും, അവനൊന്ന് അറബിക്കടൽ കടന്ന് വിദേശത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടൊരു വിസ. എല്ലാവരോടും ഞാൻ ചോദിക്കും. അങ്ങനെയാണ് ഒരു സമയത്ത് അവൻ എന്നോട് വന്നിട്ടൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഉമ്മ, ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലാണ് അവൻ ചെറിയൊരു പ്രണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെണ്ണ് അവനക്ക് ഇഷ്ടമുണ്ട് എന്നറിയിച്ചത്. ഇതുവരെ ആ പൊന്നുമകന്റെ ഇഷ്ടത്തിന് ഈ പ്രിയപ്പെട്ട ഉമ്മ തടസ്സമല്ല എന്ന് അവനെ ഞാൻ ബോധ്യപ്പെടുത്തി. ആ ഉമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്. ഉമ്മാക്ക് വാക്കുകളില്ല, ഉമ്മാന്റെ ശബ്ദങ്ങൾ ഇടറുന്നുണ്ട്. ആ ഉമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, കഥകൾ ഒരുപാട് പറയാനുണ്ട്. നട്ടപ്പാതിരാ സമയത്ത് അവനിക്ക് രോഗം വന്നപ്പോ അവനെ ചികിത്സിക്കാൻ വേണ്ടി പണമില്ല. ആ നട്ടപ്പാതിരാ സമയത്ത് ഞാൻ അവനെ ചുമന്നു കൊണ്ടുപോയത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഥകൾ ഉമ്മ അങ്ങനെ പറയുകയാണ്, അവനക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ കഥകൾ. ആ പാതിരാ സമയത്ത് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞു, ചെറിയൊരു ഓപ്പറേഷൻ നടക്കണം, 1 ലക്ഷം രൂപ വേണം. കയ്യിൽ ഒരു തുക പോലുമില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മ നാട്ടുകാരോട് യാചിക്കുന്നത് ആ ഉമ്മ ഓർത്ത് കരഞ്ഞുപോയി. അങ്ങനെ വളർത്തിയ പൊന്നുമകൻ ഒരു ഇഷ്ടം പറഞ്ഞിട്ട് അതിന് ഈ ഉമ്മ തടസ്സം നിന്നാൽ ആ മകൻ എന്നെ വെറുക്കില്ല ഉസ്താദേ. ഞാനതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ കല്യാണം 1 വർഷവും 1.5 വർഷം നീണ്ടു നിന്നതിന്റെ ശേഷമാണ് കല്യാണം നടക്കുന്നത്. അങ്ങനെ കല്യാണം നടന്നു. ആ കല്യാണത്തിന് അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ, എൻ്റെ അടുത്ത് കാശില്ല. ഞാൻ അവിടുന്നും ഇവിടുന്നും പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ട് കല്യാണത്തിന്റെ മഹറടക്കം ഒപ്പിച്ച് കല്യാണം കഴിച്ച് സന്തോഷത്തോടുകൂടെ ഉസ്താദേ ഞങ്ങളെ വീട്ടിൽ വളരെ റാഹത്തോടുകൂടെ കഴിയുകയാണ്. ആ കേറി വന്ന മകൾ എന്നെ ഉമ്മയായി കാണുന്നു. സന്തോഷത്തോടുകൂടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചെറിയ ചെറിയ തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ മകനെ, ഏത് സമയത്തും ഞാൻ എൻ്റെ മകനെ ഉപദേശിക്കും. ആ മകനുക്ക് എൻ്റെ മടിയിൽ കിടക്കണം. മകനുക്ക് കല്യാണം കഴിച്ചിട്ടും എൻ്റെ മടിയിൽ കിടന്നിട്ട് ആ മകന്റെ തലയിലൂടെ എൻ്റെ കൈകൾ ഇങ്ങനെ വരുമ്പോഴാണ് ആ മകൻ ഉറങ്ങിപ്പോവുക. അത്രയും സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന കുടുംബമാണ് ഉസ്താദേ ഞങ്ങൾ. ഒരു സമയത്താണ് ആ വീട്ടിൽ നിന്ന് 5 പവന്റെ
മാല കാണാതായത്. കേറി വന്ന മകൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈ ഉമ്മയാണ് കട്ടിട്ടുള്ളത് എന്ന്. ഈ ഉമ്മ കള്ളത്തിയാണ്, ഇവൾ തട്ടിപ്പുകാരിയാണ്, ആരാന്റെ വീട്ടിൽ പോയിട്ട് പണം മോഷ്ടിച്ചവളാണ് ഇവൾ. ഇതെല്ലാം എന്റെ മകന്റെ മുമ്പിൽ നിന്ന് അവൾ പറഞ്ഞപ്പോ ആ മകൻ ഒന്ന് ചീത്ത പറയുകയോ ഒന്ന് മാറി നിൽക്കാൻ പറയുകയോ അതിനൊരു ചീത്ത പോലും പറഞ്ഞില്ല. അത് ഞാൻ ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ്. ഞാൻ കരഞ്ഞു പോയി, ബോധം കെട്ട് വീട് പോയി. ഞാൻ പടിയിറങ്ങാൻ നിൽക്കുമ്പോ, മോനെ ഞാൻ പോവുകയാണ്, ഈ ഉമ്മ പോവുകയാണ്, എവിടെങ്കിലും പോയി താമസിച്ചോളാം, നീയും നിന്റെ കെട്ടിയോളും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് ഈ ഉമ്മ അറിഞ്ഞാൽ മതി, ഉമ്മ പോവുകയാണ് മോളെ, മോനെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ടിറങ്ങുന്ന സമയത്ത് വെറുതെ തമാശക്ക് വേണ്ടിയിട്ടെങ്കിലും അവൻ എന്റെ കൈ പിടിച്ചില്ല. ഉസ്താദേ, തങ്ങളെ, ഉമ്മ പോകരുതെന്ന് പറഞ്ഞില്ല. ഞാൻ അവന്റെ കവിളത്തുമ്മ വയ്ക്കുകയാണ്. ആ സമയത്ത് അവൻ കൈകൊണ്ട് തട്ടുകയാണ്. എന്തു പറ്റി എന്റെ മകനിക്ക്? എന്തു പറ്റി? തൊളി വെരുപ്പ്, ആ തൊളി വെളുത്തതിന്റെ പേരിൽ എല്ലാം മറന്നുപോയോ? ഞാൻ ആകെ സങ്കടപ്പെട്ടു ഉസ്താദേ. ആ വീട് വിട്ടിറങ്ങുകയാണ് ഞാൻ. അന്നിറങ്ങിയതാണ്, ഇതുവരെ എന്റെ മകൻ എന്നെ തേടിയെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ എന്നുള്ളത് വല്ലാത്ത, ആ ഉമ്മാന്റെ പ്രാർത്ഥനയല്ലേ നമ്മുടെ ജീവിതം? ആ ഉമ്മയുടെ കഷ്ടപ്പാടിലല്ലേ, ആ ഉമ്മയുടെ വിശാലമായ തണലിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ ഉമ്മ ഉണ്ടാക്കി തന്ന മേൽക്കൂരയാണ് നമ്മൾ വിഷമിക്കുന്നത്. ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ ഉമ്മായുടെ പൊട്ടിക്കരച്ചിലിന്റെ മുമ്പിൽ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി. അല്ലാ, ഇങ്ങനെ എത്ര ഉമ്മമാർ സ്വന്തം ഉമ്മയെ 4-5 ആളുകളെ വകവരുത്തി സ്വന്തം ഉമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ പൊന്നു മകനെ കാണാൻ ആ ഉമ്മ കരയുന്ന ചിത്രം ഈടടുത്ത് നമ്മൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അഫാൻ എന്ന് പറയുന്ന ജയിൽ അറയിൽ കഴിയുന്ന ആ മകനെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. ഒരു മകൻ എന്നെ വിട്ട് പിരിഞ്ഞു പോയി. സ്വന്തം ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ മകനെ കാണാൻ ആഗ്രഹിക്കുകയാണ് ആ ഉമ്മ. ഉമ്മായുടെ സ്നേഹം ഒരിക്കലും മായില്ല. നമ്മളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയാണെല്ലാം. ആ ഉമ്മായുടെ പ്രാർത്ഥന മതി നമ്മളൊന്ന് രക്ഷപ്പെടാൻ. ഒരു ദീർഘമായ കഥയുണ്ട്, ഫളുൽ ആബിദിന്റെ കഥ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട മനുഷ്യനിക്കൊരാഗ്രഹം ഹജ്ജിന് വേണ്ടി പോവാൻ. അത് വലിയ കഥയാണ്, വലിയ കഥയാണ്. ആ ഉമ്മ പറഞ്ഞു, മോനെ, ഈ രൂപത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് പോവാൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഉമ്മ, ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണ് ഉമ്മ. എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് മക്ക കാണാൻ, മദീന കാണാൻ. ഉമ്മ എനിക്ക് സമ്മതം തരണമെന്ന പൊന്നുമകൻ ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോൾ ഉമ്മ പറയുന്നു, മോനെ, ഞാൻ വഫാത്തായിട്ട് ഞാൻ മരണപ്പെട്ടിട്ട് പോവാം. അതൊന്നും വകവെക്കാതെ പോവുകയാണ് ആ മകൻ. നടന്ന് നടന്ന് നടന്ന്, ഞാനൊന്ന് ചുരുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ മകൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഹജ്ജ് എന്ന ലക്ഷ്യത്തിന് വേണ്ടി മദീന കാണാൻ വേണ്ടി പോവുകയാണ്. വൈമധ്യയിൽ വിശ്രമത്തിന് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിൽ കയറിയിട്ട് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നടത്തം തുടങ്ങും. ഒരു പള്ളിയിലതാ നിസ്കരിക്കാൻ വേണ്ടി ഫളുൽ ആബിദ് കയറും. അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലതാ ഒരു കള്ളൻ കയറുകയാണ്. കള്ളനെ തെരഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കാണാത്തൊരു മനുഷ്യന്, അറിയാത്തൊരു മനുഷ്യൻ പള്ളിയിലുണ്ട്. എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങിയപ്പോ കാണാത്തൊരു മനുഷ്യൻ, അറിയാത്തൊരു മനുഷ്യന് പള്ളിയിൽ
നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനങ്ങ് പിടിക്കുന്നു. അയാള് പറയുന്നു, ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണ്, മക്ക കാണാൻ വേണ്ടി പോവുകയാണ്, എന്റെ നാടിന്നാലിന്ന സ്ഥലത്താണ്, നിങ്ങൾ വിചാരിക്കുന്ന കള്ളനല്ല. എല്ലാവരും പറയുകയാണ് നീ തന്നെയാണ് കള്ളന്. അയാളെ കയ്യങ്ങ് മുറിക്കുകയാണ്, അയാളെ കാലങ്ങ് മുറിക്കുകയാണ്, അയാളെ കണ്ണങ്ങ് ചൂന്നെടുക്കുകയാണ്. കുന്തത്തിൽ നിർത്തിയിട്ട് അയാളെങ്ങനെ നാട്ടിലൂടെ കൊണ്ടുപോകുന്നു. ഇതാ നമ്മുടെ നാട്ടിലുള്ള കള്ളനാണ്, ഇവനാണ് കള്ളൻ, ഇവനാണ് കള്ളൻ, ഇവനാണ് കള്ളൻ. എന്റെ പ്രിയ വല്ലാത്ത സങ്കടമെന്ന് പറയട്ടെ, അവസാനമതാ നടന്ന് 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 എല്ലാവരും കാണുകയാണ്, എല്ലാവരും അറിയുകയാണ്. ഒരു വീട്ടിലേക്ക് ആ കുന്തത്തിൽ കയറ്റിയ മനുഷ്യനെ വലിച്ചെറിയുന്നു. ആ വീട്ടിന്റെ ഉമ്മറത്ത് കിടന്നിട്ട് വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോൾ, അല്ലാതെ ദാഹത്തിന് വേണ്ടി കിടന്ന് പെടയുന്നപ്പോൾ ആ ഫളുൽ ആബിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, അല്ലാഹ്, ആരെങ്കിലും എനിക്ക് വെള്ളം തരുമോ? ആരെങ്കിലും എനിക്ക് വെള്ളം തരുമോ? ആരെങ്കിലും എനിക്ക് വെള്ളം തരുമോ? വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രായമായൊരു ഉമ്മാന്റെ ശബ്ദം. മോനെ, നടക്കാൻ കഴിയാത്ത ഉമ്മയാണ് ഈ വീട്ടിലുള്ളത്. അറിയില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണെന്നറിയില്ല, കാരണം കണ്ണ് ചൂണ്ടെടുത്തിട്ടുണ്ട്. ആ വീട്ടിന്റെ ഉമ്മറത്ത് കിടന്നിട്ടൊരു ചെറുപ്പക്കാരൻ കരയുമ്പോ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രായമുള്ളൊരു ഉമ്മായുടെ, ഒരു സഹോദരിയുടെ ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വെള്ളം വേണോ മോനെ? നിന്റെ കൈതിന്റെ ഉള്ളിലേക്കൊന്ന് നീട്ടണം. ഉമ്മ, എനിക്ക് കഴിയില്ല ഉമ്മ, എനിക്ക് നീട്ടാനുള്ള കരമില്ല. ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, മോനെ, ഇവിടെ ഒരു മോനുണ്ടായിരുന്നു, ഹജ്ജിന് വേണ്ടി പോയതാണ്, ആ മകൻ എവിടെയാണെന്നറിയില്ല, അതുകൊണ്ട് നിനക്ക് വെള്ളം തരാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ആ ഉമ്മയോട് പറയുകയാണ്, ഞാൻ എങ്ങനെങ്കിലും പുറത്തേക്കൊന്നു വന്നാൽ എനിക്ക് വെള്ളം തരാം, പക്ഷേ നീ എന്നെ കാണില്ലേ, ഒരാളെന്നെ കാണില്ലേ എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പോകാനുള്ള കണ്ണെനീക്കില്ല ഉമ്മ. പടച്ചവനെ, എന്റെ വീട്ടിന്റെ ഉമ്മറത്ത് കിടക്കുന്നത് കടിയില്ലാത്ത കണ്ണില്ലാത്തൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനാ. ആരാണെന്നറിയാൻ വേണ്ടി ആ ഉമ്മ മെല്ലെ മെല്ലെ വാതിലങ്ങ് തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് വേണ്ടി പോയ സ്വന്തം മകനാണ്. ആ ഉമ്മ കരയാൻ തുടങ്ങി, മകനെ എന്തു പറ്റി? നിന്റെ ഉമ്മയാണ് മോനെ, ഉമ്മ നിങ്ങളുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി പോയപ്പോ അല്ലാഹു തന്നൊരു ശിക്ഷയാണ് ഉമ്മ എന്ന് പറഞ്ഞ് ആ ഉമ്മ സ്വന്തം മകനെ കൂട്ടിപ്പിടിച്ചിട്ട് കഥകൾ ചോദിക്കുന്നു. ആ ഉമ്മയുടെ കഥ, ആ ഫളുൽ ആബിദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കഥ വല്ലാത്ത കഥയാണ്. രണ്ടുപേരും വാവിട്ട് പൊട്ടിക്കരഞ്ഞ് പരസ്പരം ഉമ്മ വച്ച് സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്ന കഥയുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അത് വല്ലാത്ത കഥയാണ്. ഉമ്മായുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് കള്ളനാക്കി. അവൻ ഒരിക്കലും കളവ് നടത്തിയിട്ടില്ല, അവൻ ഒരിക്കലും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു കൊടുത്തൊരു പരീക്ഷണമാണ്. രണ്ടുപേരും വാവിട്ട് കരയുന്ന കഥ വിശാലമായൊരു കഥയാണ്. ഉമ്മായുടെ സമ്മതം വലുതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബ ജീവിതം നന്നാവണം. ഉമ്മായുടെ പൊരുത്തം, ഉപ്പായുടെ പൊരുത്തം, കുടുംബത്തിന്റെ പൊരുത്തം എല്ലാം കിട്ടി സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കുടുംബമാവാൻ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞൊരു ആയത്തുണ്ട്.
അത് ഓതിയാൽ നമ്മളെ മക്കൾ നന്നാകും, നമ്മുടെ ഭാര്യ നന്നാകും, നമ്മുടെ കുടുംബം നന്നാകും. എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ദുആയുണ്ട്. നമ്മളെ മക്കള് ലഹരിയിൽ പെട്ടുപോവാതിരിക്കാൻ, നമ്മളുടെ ഭാര്യക്ക് സ്നേഹം ഉണ്ടാവാൻ, ഭർത്താവിന് സ്നേഹം ഉണ്ടാവാൻ ഒരാളുടെത്തേക്കും നമ്മൾ ചികിത്സക്കോ മറ്റാവശ്യത്തിനു വേണ്ടിയിട്ട് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലുക വിശുദ്ധമായ ഖുർആനിൽ അതിനൊരു മരുന്നുണ്ട്. അതേതാണെന്നറിയോ? അത് ചൊല്ലിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നമ്മളെ കുടുംബത്തിൽ ഐക്യം വരും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ എന്ന് പറയുന്നൊരു സൂറത്ത്. ഇതോദിയാൽ ഒന്നും കൂടി പറയട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് നമ്മളങ്ങ് ചൊല്ലിയാൽ നമ്മളെ കുടുംബ ജീവിതം നന്നാകുന്നതാണ്, മക്കള് സ്വാലിഹാകുന്നതാണ്, അള്ളാനെ പേടിക്കുന്ന മക്കളാകുന്നതാണ്, ഭാര്യയ്ക്ക് സ്നേഹമുണ്ടാകുന്നതാണ്, ഭർത്താവിന് സ്നേഹമുണ്ടാകുന്നതാണ്, കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നതാണ്, മനപ്പൊരുത്തമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരു 10 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ, അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്. ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ്, ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ്, തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ്, വറഉള്ള ഖൽബാക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്, ഖൽബ് നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എപ്പോഴാണ് കണ്ണടക്കുക എന്ന് പറയാൻ കഴിയില്ല. ആ സമയത്ത് ഈമാൻ നൽകണം അല്ലാഹ്.
ഇഖ്ലാസ് നൽകണം അല്ലാ, തഖ്വ നൽകണം അല്ലാ, വറ നൽകണം അല്ലാ. പടച്ചവനെ ഒത്തിരി മുറാദുണ്ട്, ഹാസിലാക്കണം അല്ലാ. ഒരുപാട് രോഗങ്ങളുണ്ട്, ശിഫാ നൽകണം അല്ലാ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, വഷളാക്കല്ലേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ, മാനം കെടുത്തല്ലേ അല്ലാ. പടച്ചവനെ അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, ആയുസ്സിന്റെ പൊരുത്തത്തിൽ നൽകണം അല്ലാ. ഈ ക്ലാസ് എന്നും കേൾക്കുന്നവരുണ്ട് അല്ലാ, അവരുടെ മുറാദ് ഹാസിലാക്കണം അല്ലാ, രോഗങ്ങളെ ശിഫാ നൽകണം അല്ലാ. പടച്ചവനെ അല്ലാ, ഒരുപാട് രോഗികളുണ്ട് അല്ലാ, 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 വേദന സഹിച്ച് കഷ്ടപ്പെടുന്ന രോഗികൾ അല്ലാ, ഒരു സലാമത്ത് നൽകണം അല്ലാ, മനസ്സമാധാനം നൽകണം അല്ലാ. പടച്ചവനെ കാല് വേദനയുള്ളവരുണ്ട്, കാലിന്റെ മുട്ടുവേദനയുള്ളവരുണ്ട്, ഊരന്റെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, മൈഗ്രെയിൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്, കൺകാഴ്ച മങ്ങി വരുന്നവരുണ്ട്, കേൾവി കുറഞ്ഞു വരുന്നവരുണ്ട്, സംസാരത്തിന് വൈകല്യമുള്ളവരുണ്ട്, ശ്വാസം മുട്ടലിന്റെ തകരാറുള്ളവരുണ്ട്, അലർജിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഗ്യാസും പുണ്ണും അലർജിയുടെ വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാ, കല്ലിന്റെ അസുഖങ്ങളുള്ളവരുണ്ട് അല്ലാ. പടച്ചവനെ യൂറിക് ആസിഡ് കൂടിയിട്ട് കിടപ്പുകൾ ആസകലം വേദനയുള്ളവരുണ്ട് അല്ലാ, ഹോർമോണിന്റെ തകരാറുള്ളവരുണ്ട് അല്ലാ, പൊട്ടാസ്യത്തിന്റെ വിഷമങ്ങളുള്ളവരുണ്ട്, സോഡിയത്തിന്റെ തകരാറുള്ളവരുണ്ട്, മഞ്ഞപ്പിത്ത രോഗം മൂർച്ഛിച്ചു വന്ന് ബുദ്ധിമുട്ടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്, മാനസിക തകരാറുള്ളവരുണ്ട് അല്ലാ, അവസ്മാര രോഗികളുണ്ട് അല്ലാ. രോഗം പലതാണ് റബ്ബേ, നീ ശിഫ നൽകണം അല്ലാ, നീ ശിഫ നൽകണം അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ബ്ലഡ് ക്യാൻസർ നൽകല്ലേ അല്ലാ, മജ്ജ മാറ്റിവെക്കുന്ന രോഗം തരല്ലേ അല്ലാ, ഡയാലിസിസ് രോഗികളാക്കല്ലേ അല്ലാ. പടച്ചവനെ അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ. ഒരുപാട് ഉമ്മമാരാമീൻ പറയുന്നു അല്ലാ, ഒരു ഉമ്മാക്കും റബ്ബേ സ്തനർബുരം തരല്ലേ അല്ലാ. പടച്ചവനെ അല്ലാ, ഗർഭപാത്രത്തിൽ മുഴ തരല്ലേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ, കടക്കാരുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാ, ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം അല്ലാ. പടച്ചവനെ അല്ലാ, അല്ലാ, ഫലസ്തീന്റെ മക്കളെ കാക്കണം അല്ലാ, അവരെ കാക്കണം അല്ലാ, ശത്രുക്കളെ പരാജയപ്പെടുത്തണം അല്ലാ. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണം അല്ലാ, ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭാര്യയുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, മക്കളുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരുണ്ട്, വിജയിപ്പിക്കണം അല്ലാ. അവരുടെ രക്ഷിതാക്കളുണ്ട് റബ്ബേ, ജോലിയിലും ആഫിയത്തിലൊക്കെ ബർക്കത്ത് നൽകണം അല്ലാ. പടച്ചവനെ ആ മക്കളെ പ്രഗൽഭരാക്കണം അല്ലാ. പടച്ചവനെ അല്ലാ, ഉമ്മ മരണപ്പെട്ടു പോയി, ഉപ്പ മരണപ്പെട്ടു പോയി റബ്ബേ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാ. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദര സഹോദരിമാര് മരിച്ചു അല്ലാ, ഖബർ സ്വർഗമാക്കണം അല്ലാ, ഖബർ പ്രകാശിപ്പിക്കണം അല്ലാ. ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാ, ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാ, ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാ. പടച്ചവനെ നീ കബൂലാക്കണം അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ. ആഖിറ വിജയം തരണം അല്ലാ, ആഖിറ വിജയം തരണം അല്ലാ. നരകം ഹറാമാക്കണം അല്ലാ, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാ, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാ, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.